നമസ്കാരം. നമസ്കാരം നന്ദകുമാർ സാർ. നമസ്കാരം സാർ, ഈ ഗ്രീഷ്മ തന്റെ കാമുകൻ ഷാരോണിനെ പിന്നെ കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിന്റെ വിധി ഇന്ന് വന്നിരിക്കുന്നു. ആ കുട്ടിക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. സാർ, എന്താണ് താങ്കൾക്ക് ഈ വിധിയെ തുടർന്ന് എന്താണ് സാർ താങ്കൾക്ക് പറയാനുള്ളത്? എന്നെ ഞെട്ടിച്ച വിധിയാണെന്ന് പറയാൻ പറ്റും. കാരണം 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവള് ഒരു അന്ധവിശ്വാസത്തിന് അടിമയായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് പോയത്. അവളെ ജ്യോത്സ്യൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് അവളുടെ ആദ്യ ഭർത്താവ് മരണപ്പെടും, രണ്ടാമത് ഭർത്താവ് മാത്രമേ സ്ഥിരമായിട്ട് ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവള് താലി കെട്ടിയിട്ടുള്ള ഭർത്താവാണ് ഈ ഷാരോൺ എന്ന് പറയുന്നത്. അപ്പം ആ 2 തവണ താലി കെട്ടി എന്നാ പറയുന്നത്. അപ്പൊ അവൾ അന്ധമായി വിശ്വസിച്ചിരിക്കുന്നത് ഇവൻ എന്തായാലും മരിക്കും. അപ്പം അവളെ മനസ്സിൽ ഇങ്ങനെ ഒരു വിത്ത് പാകി കൊടുത്തത് ഒന്നാമത്തെ പ്രതി എന്ന് പറഞ്ഞ ജ്യോത്സ്യനാണ്. ആ ജ്യോത്സ്യനെ പിടിച്ച് തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത്. പകരം ഈ പറയുന്ന ഗ്രീഷ്മ കുറ്റക്കാരിയാണ്, തീർച്ചയായും കുറ്റക്കാരിയാണ്. വളഞ്ഞ ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണ്. പക്ഷെ 24 വയസ്സേ ഉള്ളൂ. ആ 24 വയസ്സിൽ അവൾ കാണിച്ച ക്രിമിനൽ ബുദ്ധി ഒരു മാനസിക സൈക്കോ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും എത്രയോ വർഷങ്ങൾ ജീവിക്കാനുണ്ട്. അത് ബോൺ ക്രിമിനൽ അല്ല, നേരത്തെ ഈ ക്രിമിനൽ നടത്തിയിട്ടുള്ള ഒരു ബോൺ ക്രിമിനൽ അല്ല. പകരം ഇത്തരം കാര്യത്തിന് വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് അവനെ കൊല്ലുകയാണ് ചെയ്തത്. സ്നേഹം നടിച്ച് കൊതിപ്പിച്ച് ജീവിതത്തിൽ അവനാണ് എല്ലാം, ഇനി അതിനപ്പുറത്തെ ഒന്നുമില്ല, അവനെ സ്നേഹിക്കുന്നു എന്ന് കള്ളം പറഞ്ഞു. അതേസമയത്ത് അവളുടെ മനസ്സിൽ നേരത്തെ ജ്യോത്സ്യം നൽകിയ അവൻ ആദ്യത്തെ ഭർത്താവ് മരിക്കും എന്നുള്ള ഒരു വിശ്വാസം അരക്കിട്ട് ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അവൾ തന്നെ നടപ്പിലാക്കി എന്നുള്ളതാണ് സത്യം. അപ്പൊ അത്തരത്തിൽ അവൾ ചെയ്ത തെറ്റ് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഭാഗമായിട്ട് ജീവപര്യന്തം തടവായിരുന്നു വേണ്ടിയിരുന്നു. അതേസമയത്ത് പെരിയ കൂട്ടക്കൊല കേസിൽ കൃത്യമായിട്ട് ഒരു പ്ലാന്റ് കൊലപാതകമാണ്. അതിന് ശരിക്ക് വധശിക്ഷ കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ ഇവിടെ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് അർഹയായ ഒരാളായിട്ട് ഈ പറയുന്ന ഗ്രീഷ്മ ഒരു വധശിക്ഷയ്ക്ക് അർഹയായിട്ട് ആളായിട്ട് എനിക്ക് തോന്നിയില്ല. ജീവപര്യന്തം നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. എന്നിട്ട് അവളെ 10 വർഷം ജയിലിൽ കിടന്നാലും 12 വർഷം ജയിലിൽ കിടന്നാലും തിരിച്ച് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അവളെ കാലം അത് പഠിപ്പിക്കും. ജയിലിൽ ശിക്ഷ അവളെ പഠിപ്പിക്കും. അല്ലാതെ വധച്ചതുകൊണ്ട് അവള് 8 ദിവസം കൊണ്ട് എല്ലാം കഴിയുന്നു, അവളൊന്നും അനുഭവിക്കുന്നില്ല വധശിക്ഷ കൊണ്ട്. അല്ലാതെ ഈ ജീവപര്യന്താണെങ്കിൽ അവള് ദിവസം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതിനിടയിൽ പഠിച്ച് നല്ലൊരു ഇതായി അവളെ മനംമാറ്റം വന്ന് നല്ല ലൈഫിലേക്ക് കൊണ്ടുവരികയാണ് നീതിന്യായ വ്യവസ്ഥയുടെ ഡ്യൂട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതാണ് എന്റെ ഒപ്പീനിയൻ. സാർ, ഒരു കാര്യമുണ്ട്. ഇതിപ്പോ ഈ കുട്ടിക്ക് ഈ കേസ് ഇവരുടെ വീട്ടുകാർക്ക് ഈ കേസ് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഇതിന് സാർ പറഞ്ഞ രീതിയിൽ ജീവപര്യന്തത്തിലേക്കൊക്കെ വരാനുള്ള ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവില്ലേ സാർ ഈ കേസില്? എന്റെ അറിവിലും വിവരത്തിലും അങ്ങനെ ഉണ്ടാവാനാണ് സാധ്യത. ഹൈക്കോടതി ആ രൂപത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വീക്ഷണം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് ഇവിടെ അതേസമയത്ത് നമ്മളെ പെരിയ കൂട്ടക്കൊല എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ക്രൂവൽറ്റിയാണ് കാണിച്ചത്. 2 ചെറുപ്പക്കാരെയാണ് വെട്ടിക്കൊന്നത്. അതില് ഒരു ഇതില്ല. അതേസമയം നിമിഷപ്രിയ അതേപോലെ സാഹചര്യം കൊണ്ട് ആണ് അവളും ഒരാളെ കൊല്ലാൻ കൂടുതൽ സഡേഷൻ കൊടുത്ത് അറബിയെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവരെ കൊല്ലുന്നത് സാഹചര്യമാണ്. ഇവളെയും സാഹചര്യമായിട്ട് കാണാൻ പറ്റില്ല. സാഹചര്യം അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസമാണ് ഇവളെ ഇങ്ങനെ ആക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആദ്യത്തെ ഭർത്താവ് മരിക്കും എന്ന് പറയുന്ന ജ്യോത്സ്യന്റെ പ്രവചനമാണ് അവളെ തലയിൽ കയറ്റി കിടക്കുന്നത്. മറ്റവളെ കല്യാണം കഴിക്കാൻ ഇവളെ എന്തായാലും ചാവും. ചത്തു കഴിഞ്ഞ് ആദ്യത്തെ ഭർത്താവ് മരിക്കുന്നാണുള്ള പ്രവചനം കൊടുത്തിരിക്കുന്നത് അവൾക്ക്. അപ്പൊ അതാണ് ഇവളെ തലയിൽ കയറി കുത്തിരിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ അതും കൂടെ ബാധകമാണ്. ജ്യോത്സ്യനും കൂടെ അത് കയറി പിടിച്ചിട്ട് പ്രതിയാക്കണം. അയാളെ നോക്കിയാണെങ്കിൽ ശിക്ഷയ്ക്കൊരു കാലാകാലത്തേക്ക് ഒരു ഫലം ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അന്ധവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ താങ്ക് യു സാർ. വെൽക്കം. താങ്ക് യു സാർ. താങ്ക് യു.